ഗ്ലോബൽ മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നും നാളെ നമുക്ക് എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിനെ ഫേസ് ചെയ്തെന്നും നമുക്ക് നോക്കാം. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ഗ്യാപ്പിൽ വരികയും അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് വലിയ മൊമെന്റോ കാര്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു സിഗ്നൽസിൽ ഒരു ട്രേഡ്സുകൾ പോലും നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees ഒരു മാസത്തേക്ക്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു ഇന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഞാൻ ഈ ബി ബി ഒന്ന് കളഞ്ഞോട്ടെ. ഓക്കെ, ഓൾമോസ്റ്റ് ചെയ്യണ്ടോ ചെറിയ ഗ്യാപ്പ് വന്നിട്ട് ഇങ്ങനെ രീതിയിലാണ് വന്നത്. ഇതുപോലുള്ള ഈ ഒരു വലിയ മൂവ്മെന്റ് ഇല്ലാത്ത മാർക്കറ്റിൽ നമ്മൾ ആസ് എ ബയർ, ഓപ്ഷൻ ബയർ, നമുക്ക് ഇവിടെ ട്രേഡ് കാണത്തില്ല. കാരണം തീറ്റ ഇല്ലെങ്കിൽ ടൈം ഡികെ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ ബയേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല മൊമെന്റം വരണം. അല്ലാത്ത പക്ഷം നമുക്കത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, നമുക്കത് പ്രശ്നമാണ്. നമ്മളെ ലോസിൽ കൊണ്ട് നിർത്താനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ നാളെ എന്ത് ചെയ്യും? വേറെ ഒന്നുമില്ല, ഓൾമോസ്റ്റ് ലൈക്ക് 23,900 താഴെ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവലുണ്ടല്ലോ, അത് തന്നെ 23,900 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നാളെ ബേരിഷ് ആകാം. നാളെ ബുള്ളിഷ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. നമുക്ക് അടുത്തത് നിഫ്റ്റി ബാങ്ക് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതും അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഒന്നും കണ്ടോ, ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചർ ആസ് ഓഫ് നിഫ്റ്റി എന്ന രീതിയിലായിരുന്നു ഇത് പോയിട്ടുണ്ടായിരുന്നത്. നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ്. എല്ലാവരും അതനുസരിച്ച് അത് മനസ്സിലാക്കി തന്നെ വേണം നിഫ്റ്റി ബാങ്കിൽ നാളെ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് ചെറിയൊരു ഫോളോ തിരിക്കും ഈ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയായിരുന്നു മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നാളെ നോക്കാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 49,700 താഴെ വരികയാണെങ്കിൽ ബേരി സൈഡിലോട്ട് പോകാം. ചിലപ്പോൾ നാളെ ഒരു മൊമെന്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ആണെങ്കിൽ നമുക്ക് ഇതിൽ ഓപ്ഷൻ ബൈയിങ് ചെയ്യാവുന്നതാണ്. നേക്കഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സ്പ്രെഡ്സോ ഇല്ലെങ്കിൽ ലെസ്സി ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലോസസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നിഫ്റ്റി ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആയിരിക്കും. റേഷ്യോ സ്പ്രെഡ്സ് ആകാം, ഇറ്റ്സ് ഗുഡ് ഫോർ നോ പ്രോബ്ലം, റൈറ്റ്? നമുക്കൊന്ന് ഫിൻ നിഫ്റ്റി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് എന്നുള്ളത്. സെയിം ഓൾമോസ്റ്റ്, ബട്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇച്ചിരി ലോയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഓൾമോസ്റ്റ് 22,500 താഴെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബേരിഷ് ആകാവുന്നതാണ്. അപ്പൊ നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഈ മൂന്നും നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് താഴത്തേക്ക് കിട്ടാൻ പ്രോബബിലിറ്റി ഉണ്ട്. ക്യാച്ച് ചെയ്യുക. എപ്പോഴും നമുക്ക് ഇതുപോലത്തെ നല്ല ചാൻസസ് വരത്തില്ല. വരുമ്പം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് ഒരു ട്രേഡറിന് ഗെയിൻ ചെയ്യാൻ നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ആണ്. നമുക്കിത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, റൈറ്റ്? ആൻഡ് ഫൈനലി മിഡ് ക്യാപ്പോടെ നമുക്ക് നോക്കാവുന്നതാണ്. ഗ്യാപ്പ് അപ്പ് വന്നു, ഫോൾ വന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12,200 താഴെയാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ബേറിഷ്യൂ ആണ്. ഇതെല്ലാം കൂടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഹ്യൂജ് ഫോൾ, ഹ്യൂജ് മൂവ്മെന്റ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഇതിനകത്ത് വരുത്തണമെന്നുണ്ടെങ്കിൽ അതോടെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. See you there.